ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് പിന്നാലെ തലച്ചോർ തിന്ന് ബാക്ടീരിയകൾ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. കൊച്ചിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വിധേയനായ യുവാവ് അനുഭവിക്കുന്നത് നരകയാതന. തന്റെ ഇപ്പോഴുള്ള അവസ്ഥ കണ്ട് മക്കൾക്ക് പോലും അടുത്തു വരാൻ പേടിയാണെന്ന് എറണാകുളം സ്വദേശിയായ സനിൽ കണ്ണീരോടെ വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. കൊച്ചിയിലെ പനമ്പിള്ളി നഗറിലുള്ള ഇൻസൈറ്റ് ഡെർമ എന്ന സ്വകാര്യ ക്ലിനിക്കിലായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. ക്ലിനിക്കിന്റെ പരസ്യം കണ്ട് ഫേസ്ബുക്ക് വഴിയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് അന്വേഷിക്കുന്നത്. വെറുതെ ഒന്ന് അന്വേഷിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ അവർ തുടർച്ചയായി നിർബന്ധിച്ചപ്പോഴാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വിധേയനായത്. ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയത്. മാർച്ച് ആദ്യം മുതൽ തലയ്ക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടു. ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഭാഗത്തു നിന്നും പഴുപ്പും നീരുമൊക്കെ വരാൻ തുടങ്ങി. തുടർച്ചയായ വേദനയും. ഡോക്ടറെ അറിയിച്ചപ്പോൾ ഇത് സ്വാഭാവികമാണെന്നും ഇങ്ങനെ ഉണ്ടാകുമെന്നും പറഞ്ഞു. കടുത്ത വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഹെഡ് വാഷ് ചെയ്യുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞു. ഹെഡ് വാഷ് ചെയ്ത ശേഷവും സ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു. ഇവർ തന്ന സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടെ നോർമലായിരുന്ന തന്റെ ഷുഗർ ലെവൽ കുത്തനെ കൂടിയതായി യുവാവ് പറയുന്നു. ഏറ്റവും ആരോഗ്യകരമായ ജീവിത രീതിയാണ് ഞാൻ പിന്തുടർന്നിരുന്നത്. സ്റ്റിറോയിഡുകൾ ഉപയോഗിച്ചതോടെ അതെല്ലാം താളം തെറ്റി. ഹെഡ് വാഷിന് ശേഷവും ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്നതോടെ ലൂർദ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ചികിത്സയിലൂടെയാണ് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ലൂർദിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ചാക്കോ സിറിയക്കിന്റെ എൻഡ്രോക്രോളജിസ്റ്റ് ഡോക്ടർ നവ്യയുടെയും ട്രീറ്റ്മെന്റ് ആണ് മരണത്തിന്റെ വക്കിൽ നിന്ന് തന്നെ രക്ഷിച്ചതെന്ന് സനിൽ പറയുന്നു. ട്രീറ്റ്മെന്റിനായി തല തുറന്നപ്പോൾ ഓ മൈ ഗോഡ് എന്നാണ് നെഞ്ചിൽ കൈവച്ച് ഡോക്ടർ പറഞ്ഞത്. ഇത് ഗുരുതരമാണെന്നും ആളെ കിട്ടാൻ ചാൻസ് ഇല്ലെന്നുമാണ് ഡോക്ടർ പറഞ്ഞത്. ഇതിനകം 13 ശസ്ത്രക്രിയകളാണ് തലയിൽ നടത്തിയത്. രോഗനിർണയം നടത്തിയപ്പോൾ തലച്ചോർ തിന്നുന്ന ബാക്ടീരിയയാണ് തലയിൽ കണ്ടെത്തിയത്. തലയോട്ടി പഴുത്ത് അസ്ഥികൾ പുറത്തു വന്ന നിലയിലായിരുന്നു. തലയോടിന്റെ മുകൾ ഭാഗം മുഴുവൻ ബാക്ടീരിയ തിന്ന് കുഴി പോലെയായി കഴിഞ്ഞു. ഇപ്പോൾ തലയിൽ ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ട്. 85 ദിവസമായി ഉറങ്ങിയിട്ട്. ഉറങ്ങുമ്പോൾ ട്യൂബ് വിട്ടുപോയാൽ മെഷീൻ അലാറം അടിക്കും. ട്യൂബ് തിരിച്ചു ഘടിപ്പിക്കണമെങ്കിൽ രാത്രി കമ്പനിയിൽ നിന്ന് ആള് വരണം. പേടിച്ചിട്ട് നാളുകളായി ഉറങ്ങിയിട്ട്. കാലിൽ നിന്ന് തൊലിയെടുത്താണ് തലയിൽ പിടിപ്പിച്ചിട്ടുള്ളത്. ഇനിയും എത്ര സർജറികൾ വേണമെന്ന് അറിയില്ല. ക്ലിനിക്കിനെതിരെ കേസ് കൊടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും വീട്ടിലെ സിറ്റുവേഷൻ കാരണം നടന്നില്ല. ഇപ്പോൾ ഡോക്ടർ അനുമതി നൽകിയോടെയാണ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ ഡോക്ടർക്ക് ഗുരുതരമായ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടെന്നും കാഴ്ച വൈകല്യമുണ്ടെന്നും സനിൽ ആരോപിക്കുന്നു. താനത് നേരിട്ട് കണ്ടതാണ്. ഇനി ഒരാളുടെ ജീവിതം കൂടി നശിക്കരുതെന്ന് ആഗ്രഹിച്ചാണ് താനിത് പുറത്തു പറയുന്നത്. മക്കളും ഭാര്യയും വേദനിക്കരുതെന്ന് കരുതി ഞാൻ എന്റെ വേദന ആരോടും പറഞ്ഞില്ല. ഭാര്യയാണ് തല കുളിപ്പിച്ചിരുന്നത്. അവർ എന്നെ കണ്ണാടി പോലും കാണിക്കാൻ സമ്മതിച്ചില്ല. കുട്ടികൾ എന്റെ തല കണ്ടിട്ടില്ല. അവർക്ക് എന്റെ അടുത്ത് കിടക്കാൻ പോലും പേടിയായിരുന്നു. ഇനിയും ചികിത്സ കുറെ നാൾ കൂടി വേണം. ബലൂൺ എക്സ്പാൻഷൻ എന്ന ചികിത്സാ രീതി അടക്കം ചെയ്യണം. ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് മുമ്പ് വരെ ഒരു തലവേദന പോലും വരാത്ത ആളായിരുന്നു ഞാൻ. എനിക്ക് സംഭവിച്ച തെറ്റ് വേറൊരാൾക്കും സംഭവിക്കരുതെന്നും അതിനാണ് എല്ലാം തുറന്നു പറയുന്നതെന്നും സനിൽ പറഞ്ഞു. തലയിൽ മുടി വെച്ച് പിടിപ്പിച്ചു. പിന്നാലെ അസഹ്യമായ വേദന. അണുബാധയേറ്റ യുവാവ് ദുരിതത്തിൽ. ചെറായി തലയിൽ കൃത്രിമമായി മുടിവെച്ച് പിടിപ്പിക്കുന്ന ചികിത്സയ്ക്ക് വിധേയനായ യുവാവ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുമായി ആശുപത്രിയിൽ ചികിത്സയിൽ. എളമക്കര കീർത്തിനഗറിൽ താമസിക്കുന്ന ചെറായി ചെറുപറമ്പിൽ സനിൽ 49 അണുബാധയെ തുടർന്ന് ദുരിതത്തിലായത്. ഇതിനകം ഒട്ടേറെ ശസ്ത്രക്രിയകൾക്ക് വിധേയനായ സനിൽ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല. പനമ്പിള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്കിൽ ഫെബ്രുവരി 26, 27 തീയതികളിലാണ് മുടി വെച്ച് പിടിപ്പിക്കൽ നടത്തിയത്. മാർച്ച് ആദ്യം വേദനയും ചൊറിച്ചിലും തുടങ്ങി. വൈകാതെ അസഹനീയമായ തലവേദന. തുടർന്ന് സ്ഥാപന അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും വേദന സംഹാരി ഗുളികകൾ കഴിക്കാനായിരുന്നു നിർദ്ദേശം. സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ മുടി വെച്ച് പിടിപ്പിച്ച ഭാഗത്ത് ഗുരുതരമായ അണുബാധ കണ്ടെത്തി. അപ്പോഴേക്കും തലയിലെ തൊലി ഏറെയും നഷ്ടമായിരുന്നു. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയകൾക്ക് വിധേയനാകുകയായിരുന്നു. ഇപ്പോൾ തലയിലെ പഴുപ്പ് വലിച്ചെടുക്കുന്നതിന് പ്രത്യേക ഉപകരണം ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും ശസ്ത്രക്രിയകൾ വേണ്ടിവരും. 1.5 ലക്ഷത്തോളം രൂപയാണ് മുടി വെച്ച് പിടിപ്പിക്കുന്നതിനായി സ്ഥാപനം ഈടാക്കിയത്. തുടർന്നുള്ള അസ്വസ്ഥതകൾക്കുള്ള ചികിത്സയ്ക്ക് ഇതുവരെ 10 ലക്ഷം രൂപയോളം ചിലവിട്ട് കഴിഞ്ഞു. സ്ഥാപനത്തിനെതിരെ നിയമ നടപടികൾക്ക് സ്വീകരിക്കുമെന്ന് സനിലിന്റെ കുടുംബം വ്യക്തമാക്കി.